പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായിട്ട് നടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വീട് വരുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. കൂടാതെ നമുക്ക് എയർപോർട്ടിലേക്ക് 20 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 സെൻറ്റ് ഭൂമിയിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു എലവേഷനാണ് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. ആ കളർ പാറ്റേണോട് ചേരുന്ന രീതിയിലാണ് മതിലിൻ്റെ കളർ പാറ്റേണും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. 2 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. ഈസി ആയിട്ട് ഒരു പോർച്ചിനകത്തേക്ക്, അതായത് ഇവിടെയായിട്ടാണ് നമ്മുടെ പോർച്ച് വരുന്നത്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു വെല്ല് വരുന്നുണ്ട്. നാച്ചുറൽ വാട്ടർ, അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കിട്ടുന്ന ഏരിയ കൂടിയാണ്. അപ്പോൾ ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെയായിട്ട് നമുക്ക് മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലും നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നല്ലൊരു സിറ്റൗട്ട് വന്നിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ മേലെയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണെന്ന് പറഞ്ഞു. 2 പീസ് ഡോറാണ് എന്നുള്ളത്, അതും ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറാം. ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡും ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെയായിട്ട് ലിവിങ് സ്പേസ് ആണ് എന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈനാണ്. മാത്രമല്ല മാറ്റ് ടൈൽ തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തുള്ളത്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിങ്ങിനകത്തായിട്ട് ഫൈബർ ലാമിനേഷൻ വർക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു TV ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വർക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. ഇതിനെയും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ ഭാഗമാണ്. സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഇത്രയും സ്പേസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെയർ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നല്ല പ്ലാനാണ്. കാരണം നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടി, അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ് വരുന്നത്. അത് വരുന്നത് നോർത്ത് സൈഡുമാണ്. അപ്പം ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വന്നുള്ളത്. ഓപ്പൺ കിച്ചണാണ്. ഭംഗിയുള്ളൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ഇതിനെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വിനയറിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഫാൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള LED ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഷ് കൗണ്ടറിലേക്കാണ് വരുന്നത്. നല്ലൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വിനറിൽ തന്നെ ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോ ക്യാബിനറ്റ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാം. ഇവിടെയായിട്ട് വലിയൊരു മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. കൗണ്ടർ വാഷ് ബേസും കൊടുത്തിരിക്കുന്നതും അതുപോലെ പില്ലർ കൂക്ക് വന്നിരിക്കുന്നതൊക്കെ ജാഗോർ തന്നെയാണ്. ഇപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയുള്ളൊരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. അതായത് ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡ് ഫോക്കും വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നുണ്ട്. വശങ്ങളിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കബോർഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഡോറ് വന്നുള്ളത്. അതായത് സൗത്ത് സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറ് വന്നിരിക്കുകയാണ്. അവിടെയും സ്പേസ് ഉണ്ട്.
നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പ്ലംബിംഗ് വർക്കുകളെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വർക്ക് ഏരിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ പോയിന്റ് വന്നിട്ടുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാം. ഇവിടെ നമ്മൾ സ്ലാബ് അടിച്ച് നല്ലൊരു സിങ്കും മറ്റുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, അലക്കയിൽ വരുന്നുണ്ട്. അപ്പോൾ ധാരാളം സ്പേസ് നമുക്ക് കിച്ചൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്, തെക്ക് പടിഞ്ഞാറ് വശമാണ്. അപ്പം ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം 11 അടി വീതിയും വന്നിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിന്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ഒരു ബീഡിങ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വന്നുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും വന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറയുടെ ഫിറ്റിങ്സ് ആണ്. 2 ടാപ്പ് വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലൈറ്റ് വരാനുണ്ട്. പിന്നെ ഷവർ കോക്കും അതുപോലെ തന്നെ റെയിൻ ഷവറും വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് സിറയുടെയാണ് വന്നുള്ളത്. താഴെയും മേലെയൊക്കെ ആയിട്ട് മാറ്റ് ഡിസൈനിലുള്ള ടൈലാണ് വന്നുള്ളത്. ഡോറ് നല്ലൊരു ഫൈബർ ഡോർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡോറിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ നേരെ മേലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തുള്ളത്. നേരെ മേലേക്ക് കയറാം. നല്ല ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. 2 പാളി ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയറിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കബോർഡും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ മിറർ, ഇനി ലൈറ്റിനുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. 2 ടാപ്പും ഷവർ കോക്കും കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ ബാത്റൂമിലും ഹീറ്ററിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂമും ബെഡ്റൂമും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് നോർത്ത് സൈഡ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാസ്റ്റ് സീലിംഗ് വർക്കും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. കബോർഡ് വന്നിരിക്കുന്നത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. വാഷ് ബേസിൻ മിറർ, ലൈറ്റിനുള്ള പോയിന്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്. ടൈലുകളെല്ലാം മാറ്റ് ടൈൽ തന്നെയാണ് എല്ലാ ബാത്റൂമിനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഡോറിൻ്റെ പാറ്റേണും ഒരേ പാറ്റേൺ തന്നെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. യൂട്ടിലിറ്റി ഏരിയ ആണ്. ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്ത് കവർ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ലാഡർ ഹാൻഡിലോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് 2x2 മാറ്റ് ടൈലാണ്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ വാട്ടർ പോയിൻറ്റും പവർ പോയിൻറ്റും വന്നുള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് അലക്കി വിരിച്ചിടാൻ ഈ ഏരിയ തന്നെ ധാരാളമാണ്. അതല്ല ഇനി ഓപ്പൺ ടെറസ് ഏരിയ നമ്മൾ ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കൊന്ന് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വന്നുള്ളത്. റോഡിനോട് അഭിമുഖമായിട്ടാണ് ബാൽക്കണി വന്നുള്ളത്. മാത്രമല്ല സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ബാൽക്കണിയും കിട്ടി. മനോഹരമായിട്ടൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടാണ് ഈ 4 സെൻറ്റ് സ്ഥലവും 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വന്നുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 66 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ വീട് വന്നുള്ളത്. ഇതുപോലുള്ള ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ കളക്ഷൻസ് ഇപ്പോൾ നമ്മുടെ പക്കലുണ്ട്. അതല്ല നിങ്ങൾക്ക് ലാൻഡിലാണ് വീട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.